പാഠം 269 ജീവിതത്തിലെ ചില സാഹസികതകൾ. ഹലോ. ആ അതെ സാർ. ഞാനത് കണ്ടു സാർ. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ സാർ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ. എനിക്കറിയാം സാർ, പക്ഷെ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒരു കാര്യം ചെയ്താൽ മതി, സാറിന് എഴുത്താ. അല്ലാതെ ചെയ്യാൻ പറ്റില്ല സാർ. എന്താ മോഹനേട്ടാ, വലിയ ഗൗരവത്തിലാണല്ലോ. എന്തുപറ്റി? പഴയ പ്രശ്നം തന്നെ. ആ ദിവാകരന്റെ വസ്തു പോക്കുവരവ് ചെയ്ത് കൊടുക്കണമെന്ന് ഡെപ്യൂട്ടി തഹസിൽദാർ രാജേന്ദ്രൻ സാറാ വിളിച്ചത്. പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. ഈ ദിവാകരന്റെ കാര്യത്തിൽ രാജേന്ദ്രൻ സാറിന് ഇത്ര താല്പര്യം? കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടാവും, അല്ലാതെന്താ? ദിവാകരൻ വാങ്ങിയ ഭൂമിയുടെ കൂടെ 4 സെന്റ് സർക്കാർ പുറമ്പോക്ക് ചേർത്താണ് ആധാരം എഴുതിയിരിക്കുന്നത്. അതിന് സബ് രജിസ്ട്രാർ ഓഫീസിലെ മാന്യന്മാരും കൈക്കൂലി വാങ്ങിയിട്ടുണ്ടാവും. ഇനിയിപ്പൊ ഞാനതങ്ങ് പോക്കുവരവ് ചെയ്ത് കൊടുത്താ എല്ലാ പ്രശ്നവും തീർന്നല്ലോ. പക്ഷേ മോഹനകൃഷ്ണൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. രാജേന്ദ്രൻ സാർ പറയാ, പുള്ളിക്കാരന്റെ മേലധികാരിയാണ്, മേലധികാരി പറഞ്ഞ അനുസരിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, മേലധികാരി പറഞ്ഞ അനുസരിക്കാൻ പറ്റില്ല, സാർ എഴുതാ ഞാൻ അനുസരിച്ചോളാം എന്ന്. പക്ഷേ എഴുതരാൻ രാജേന്ദ്രൻ സാർ കുറെ പാടുപെടും. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലുള്ളവരൊക്കെ ഭയങ്കര മാന്യന്മാരാണ് എന്നാണല്ലോ ഇതുവരെ പറഞ്ഞിരുന്നത്. ഇപ്പോ അത് മാറിയോ? ഒരു രാജേന്ദ്ര സാർ കൈക്കൂലിക്കാരനാണെന്ന് കരുതി എല്ലാവരും അങ്ങനെയാണെന്ന് കരുതല്ലേ ഭാമേ? ഹലോ, അതെ. ആ ഉണ്ട്, കൊടുക്കാം. മോഹനേട്ടാ ഫോൺ. ഹലോ, ആരാണെന്ന് പറയണം. ആ ദിവാകരനാണ്. എനിക്ക് ദിവാകരനോട് സംസാരിക്കാൻ താല്പര്യം പറഞ്ഞേക്ക്. മേലിൽ പോക്കുവരെന്ന് പറഞ്ഞ് വില്ലേജ് ഓഫീസിന്റെ പരിസരത്താണ് വന്ന വിവരം പറഞ്ഞേക്ക്. ഹലോ, അതെ. അവിടെ പറഞ്ഞത് ഞാൻ കേട്ടു. എന്റെ പൊന്നു പെങ്ങളെ, എനിക്ക് കൈക്ക് ജോലി ഉണ്ടാക്കല്ലെന്ന് പറഞ്ഞേരെ. മോഹനേട്ടാ, അയാള് പറയാൻ ഇനി ചീത്തയൊന്നുമില്ല. ഭയങ്കര ഭീഷണിയായിരുന്നു. അത്തരം ഭീഷണികൾ ദിവാകരന്റെ കൈയിരിക്കുള്ളൂ. മോഹനകൃഷ്ണൻ ഇതിലും വലിയ ഭീഷണികൾ കണ്ടിട്ടുണ്ട്, പക്ഷേ മൈൻഡ് ചെയ്തില്ല. മോഹനേട്ടാ, ഇതങ്ങനെ ഒരു സാധാരണ ഭീഷണി ആയിരുന്നില്ല. അയാള് പറയുക കേരള രാഷ്ട്രീയത്തിലെ വലിയ പുലികളായ നേതാക്കന്മാർ അയാളുടെ ഉള്ളം കൈയിലാണെന്ന്. അങ്ങനെയുള്ള ഒരാളോട് കളിക്കാൻ ഒരു സാധാ വില്ലേജ് ഓഫീസർക്ക് എങ്ങനെ ധൈര്യമുണ്ടായി എന്ന് ചോദിച്ചു. അതാണ് മോഹനകൃഷ്ണൻ. ഇത്തരം ഭീഷണികളെ എല്ലാ കാലവും പുച്ഛിച്ച് തള്ളിയിട്ടേ ഉള്ളൂ ഞാൻ. ഭാമേ, നീ പറയാറുണ്ടല്ലോ വക്കീലും ജഡ്ജും ഒക്കെയാണ് സമൂഹത്തിലെ വലിയ ആൾക്കാരെന്ന്. ഇപ്പൊ മനസ്സിലായോ? ദിവാകരനെ പോലെ പലയിടത്തും സ്വാധീനമുള്ള ഒരാൾക്ക് പോലും ഒരു കാര്യം നടക്കണമെങ്കിൽ വില്ലേജ് ഓഫീസറുടെ കാല് പിടിക്കണം. കാല് പിടിക്കുമെന്നല്ല പറഞ്ഞത്, പിന്നെ കാല് വെട്ടുമെന്നാണ് അയാൾ പറഞ്ഞത്. ആദ്യം അയാൾ പറഞ്ഞു മര്യാദയാണെങ്കിൽ മര്യാദ. ഡെപ്യൂട്ടി തഹസിൽദാർ വിളിച്ചു പറഞ്ഞിട്ട് പോലും മോഹനകൃഷ്ണൻ സാറിന് തൃപ്തിയായില്ലെങ്കിൽ തഹസിൽദാരെ കൊണ്ടോ കളക്ടറെ കൊണ്ടോ വിളിപ്പിക്കാമെന്ന്. ഈ കേസിൽ റവന്യൂ മന്ത്രി വിളിച്ചിട്ടും കാര്യമില്ല, അതും അയാൾ പറഞ്ഞു. മോഹനകൃഷ്ണൻ സാറിന് റവന്യൂ മന്ത്രിയെ പോലും അനുസരണയില്ലാന്നറിയാം. അങ്ങനെയാണെങ്കിൽ കാന്തല്ലൂർ വില്ലേജ് ഓഫീസിൽ വേറെ വില്ലേജ് ഓഫീസർ വരുമെന്നും സ്ഥലം മാറ്റുമെന്നാണ് ഭീഷണി. ഈ ഭീഷണി ജോലിക്ക് കയറിയ ദിവസം മുതൽ ഞാൻ കേൾക്കുന്ന. അതൊന്നും ഇവിടെ ചെലവാകാൻ പോകില്ല എന്ന് ഭീഷണിപ്പെടുത്തിയവർക്കും അറിയാം. അയ്യോ, സ്ഥലം മാറ്റുമെന്നല്ല പറഞ്ഞത്, പിന്നെ മോഹനകൃഷ്ണൻ സാറിന്റെ കാല് വെട്ടി കളയുന്നത്. അതോടെ സാർ ആശുപത്രിയിലാകും. അങ്ങനെ സാർ ആശുപത്രിയിലായാൽ പകരം വേറെ വില്ലേജ് ഓഫീസർ വരുമല്ലോ എന്ന്. മോഹനേട്ടാ, പറഞ്ഞു കേട്ടിടത്തോളം ഈ ദിവാകരൻ കുറച്ച് പ്രശ്നക്കാരനാണ്. നമുക്ക് പോലീസിലൊന്ന് പരാതിപ്പെട്ടാലോ? പോലീസ് പരാതിപ്പെട്ടിട്ടൊന്നും കാര്യമില്ല.
ദിവാകരന് പോലീസിന് ഒരുപാട് അടുപ്പക്കാരുണ്ട്. പിന്നെ എന്ത് ചെയ്യും? ഈ ഭീഷണി നിസ്സാരമായിട്ട് കാണുന്ന മണ്ടത്തരാണ് മോഹനേട്ടാ. ഭാമേ, ഞാൻ പറഞ്ഞല്ലോ, സത്യസന്ധനായ ഒരു വില്ലേജ് ഓഫീസർക്ക് ഇങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരും. നിന്നെ പോലുള്ള വക്കീലന്മാർക്ക് അത് മനസ്സിലാവില്ല. ജീവൻ പണയം വെച്ചാണ് ഞാൻ ജോലി ചെയ്യുന്നതെന്ന് നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. സാറേ, ഉത്തമനാണ്. നമസ്കാരം സാറേ. പിന്നെ സാറേ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഒരു വലിയ പ്രശ്നത്തെ പറ്റി ഞാനും ഭാമയും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അല്ല സാറേ, ഈ സംഭവം പറഞ്ഞു വരുമ്പോ ഇത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. വലിയ പ്രശ്നമാണെങ്കിൽ പിന്നെ എന്തിനാ ഉത്തമൻ ആദ്യം ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞത്? എന്റെ സാറേ, ഞാൻ പറഞ്ഞപ്പോ ഒന്ന് നാക്കുളിക്ക് പോയതാണ്. ഇനി അത് പറഞ്ഞ് സാറൊരു പ്രശ്നം ഉണ്ടാക്കല്ലേ. ഉത്തമൻ വന്ന കാര്യം പറയാ. സാറാ, സുലൈമാൻ തന്ന പൊസഷൻ സർട്ടിഫിക്കറ്റ് അപേക്ഷ തള്ളിയ തള്ളാവിന്റെ കൊണ്ടുവന്ന ആധാരത്തിന്റെ സർവേ നമ്പരും കരമടച്ച രസീതിന്റെ സർവേ നമ്പരും 2. എങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കും? പക്ഷേ ഈ സുലൈമാൻ ആളൊരു പ്രശ്നക്കാരനാണ് സാറേ. ഒരു ഉപ്പി കള്ള് വാങ്ങിച്ചു കൊടുത്ത് അവ എന്തും ചെയ്യും. പേടിപ്പിക്കാണോ? സാറേ, സുലൈമാന് മുന്നും പിന്നും നോക്കേണ്ട കാര്യമില്ല. മുകളിൽ ആകാശം, താഴെ ഭൂമി. അവൻ ഇന്നലെ രാത്രി കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ വെച്ച് സാറിനെ ശരിയാക്കുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞു. ഇന്ന് വൈകുന്നേരത്തിനകം സുലൈമാന്റെ പൊസഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സാറിന്റെ കൈ വെട്ടുമെന്നാണ് അവന്റെ ഭീഷണി. ആ ഭീഷണി അവന്റെ കയ്യിരിക്കുള്ളൂ. കൊണ്ടുവന്ന ആധാരവും കരമടച്ച രസീതും വെച്ച് നോക്കിയാൽ ഇന്ന് വൈകുന്നേരമല്ല, ഈ വർഷം അവൻ സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോകുന്നില്ല. മാറാ സാറേ, ഞാൻ സുലൈമാൻ ശരിക്കും പ്രശ്നക്കാരാണോ? പിന്നല്ലെന്ന്. കള്ളു കുടിച്ച് ഫിറ്റായപ്പോ സ്വന്തം ഭാര്യയെ ചവിട്ടി കിണറ്റിലിടാൻ നോക്കിയ മോനാണ് ഇവൻ. അവരൊന്ന് ഒഴിഞ്ഞു മാറിയതുകൊണ്ട് സുലൈമാൻ കിണറ്റി വീഴുന്നെന്ന് മാത്രം. പിന്നെ വക്കീലെ, സാറിനോട് ഒന്ന് സൂക്ഷിച്ചോളാൻ പറയണേ. അവന്റെ മുമ്പിലെങ്ങാനും ചെന്ന് പെട്ട കൈ വെട്ടുമെന്ന് സുലൈമാൻ പറഞ്ഞതാ. പിന്നെ അറിഞ്ഞിട്ട് ഉത്തമൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയരുത്. ഞാൻ പോന്നു. അപ്പൊ ഇതൊരു പരമ്പരയാണ്. ഒരാൾ പറഞ്ഞു കാല് വെട്ടുമെന്ന്, അടുത്തയാൾ പറഞ്ഞു കൈ വെട്ടും. ഇങ്ങനെ വില്ലേജ് ഓഫീസർ വരുന്ന ഓരോരുത്തരായി വില്ലേജ് ഓഫീസറുടെ ഓരോരോ അവയവങ്ങൾക്ക് അവകാശം പറയുന്നത് കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കുവേ. ഞാൻ പറഞ്ഞില്ലേ ഭാമേ, ഒരു വില്ലേജ് ഓഫീസറുടെ വഴി കല്ലും മുള്ളും നിറഞ്ഞതാണ്. ഓരോ ചുവടും നമ്മൾ സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ ഈ രാജ്യം തന്നെ അപകടത്തിലായി പോകും. ഞങ്ങൾ ചെയ്യുന്ന ജോലിയുടെ ഭാരം എപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ? എനിക്ക് മനസ്സിലാവാത്ത അതല്ല മോഹനേട്ടാ. കേരളത്തിൽ 1634 വില്ലേജ് ഓഫീസർമാരുണ്ട്. മോഹനേട്ടൻ തന്നെ പറഞ്ഞ കണക്കാണിത്. ഈ 1634 വില്ലേജ് ഓഫീസർമാരിൽ മോഹനേട്ടൻ ഒഴികെയുള്ള 1633 പേർക്കും ഇങ്ങനെ ഭീഷണി ഉണ്ടാവുന്നില്ലല്ലോ. അതാണ് സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരുടെ അനുഭവം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലത്തെത്തി. മോഹനേട്ടൻ ഒരു സത്യസന്ധനാണ്. അതുകൊണ്ടാണ് ഇത്തരം ഭീഷണികളൊക്കെ ഉണ്ടാവുന്നത്. ബാക്കിയുള്ളവർക്ക് ഇത്തരം ഭീഷണികളൊന്നും വരുന്നില്ല. അതിന് കാരണം അവരൊന്നും സത്യസന്ധരല്ല എന്നതാണ്. ചുരുക്കത്തിൽ കേരളത്തിലെ റവന്യൂ വകുപ്പിൽ സത്യസന്ധനായ ഒരൊറ്റ ഉദ്യോഗസ്ഥനെ ഉള്ളൂ എന്നാണ് മോഹനേട്ടൻ ഇപ്പൊ ഈ പറഞ്ഞത്. കുറച്ചു മുന്നേ പറഞ്ഞു അഴിമതിക്കാരനായി ആകെ ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ മാത്രമേ ഉള്ളൂ എന്ന്. ഇതിലേതാ ശരി? അത് എനിക്ക് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അതെ, സൂക്ഷിച്ചു പോണേ. ദിവാകരനോ സുലൈമാനോ വഴി കാണുവേ. ദിവാകരനും സുലൈമാനുമല്ല, സഠൽ ബില്ലാതെ വന്നാൽ പോലും മോഹനകൃഷ്ണൻ പ്രശ്നമല്ല. മോഹനകൃഷ്ണന്റെ നിഘണ്ടുവിൽ ഭയം എന്നൊരു വാക്കില്ല. ബില്ലാതെ മരിച്ചുപോയില്ലേ? അതുകൊണ്ട് അങ്ങനെ കാണില്ല. പക്ഷേ ദിവാകരനും സുലൈമാനും ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. ശിശുപാല, സാർ. ദിവാകരൻ വന്നിരുന്നോ? ഇതുവരെ വന്നില്ല സാർ.
പക്ഷേ ഇന്ന് വരുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. ആളല്പം പെശകാണെന്ന് സാറിന് അറിയാലോ. ആ വസ്തു അങ്ങ് പോക്കൂരി ചെയ്ത് കൊടുത്താലോ സാർ? എങ്ങനെ കൊടുക്കും? സർക്കാർ പുറമ്പോക്ക് സ്വന്തം പേരിലെഴുതി പോക്കുവരാൻ ശ്രമിക്കുമ്പോ അതിനെ ഞാൻ കൂട്ടിക്കണോ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയൊക്കെ സാറിന്റെ ഇഷ്ടം. ശിശുപാല, ദിവാകരൻ വരികയാണെങ്കിൽ ഇങ്ങോട്ട് വിടണ്ട. ശിശുപാലം പൊയ്ക്കോളൂ. ഹലോ. ഇല്ല, മോഹനേട്ടൻ ഇതുവരെ എത്തിയിട്ടില്ല. സാധാരണ 5:30 പിന്നെ എത്താറുള്ളതാ. ഇന്ന് എന്താണെന്ന് അറിയില്ല. വൈകുന്നേരം ആരാണെന്ന് പറയണം. ശരി, വരുമ്പോ അങ്ങോട്ട് വിളിക്കാൻ പറയാം. ഇല്ല, മോഹനേട്ടന് മൊബൈലില്ല. ശരി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തോ? രാവിലെ ഞാൻ പറഞ്ഞതാ സൂക്ഷിക്കണമെന്ന്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമസ്കാരം വക്കീലേ. എന്താ ഉത്തമ? ഈശ്വരാ, ഇതെന്താ പറ്റി മോഹനേട്ടാ? പേടിക്കാനൊന്നുമില്ല. ഒരു ചെറിയ പ്രശ്നം വളരെ ശാസ്ത്രീയമായി പരിഹരിച്ചപ്പോ സാറിന് പറ്റിയതാ. ഞാൻ രാവിലെ പറഞ്ഞതല്ലേ മോഹനേട്ടാ സൂക്ഷിക്കണമെന്ന്. അപ്പൊ പറഞ്ഞു സുലൈമാൻ ദിവാകരനൊന്നും എനിക്ക് പ്രശ്നമേ അല്ലെന്ന്. ഇത് ആരെന്ത് ചെയ്തതാ? പറയട്ടെ. സാറിന്റെ കാല് വെട്ടുന്ന ദിവാകരന് കൈ വെട്ടുന്ന സുലൈമാനും പറഞ്ഞ കാര്യം വക്കീലിന് അറിയാലോ. അതൊക്കെ എനിക്കറിയാം. ഞാൻ ചോദിച്ചത് അതല്ല, ഇത് ആരാണ് ചെയ്തതെന്നാണ്. സുലൈമാനോ ദിവാകരനോ? അത് മാത്രം പറഞ്ഞാൽ മതി. അയ്യോ വക്കീൽ ഇങ്ങനെ ദേഷ്യപ്പെടില്ല, ഞാൻ പറയട്ടെ. ഞാൻ രാവിലെ ഇവിടെ വന്ന് സുലൈമാന്റെ ഭീഷണിയുടെ കാര്യവും പറഞ്ഞിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവായിരുന്നു. നമ്മുടെ പഞ്ചായത്ത് ഓഫീസും കഴിഞ്ഞിട്ടുള്ള വളവ് തിരിഞ്ഞപ്പോ ഞാൻ നമ്മുടെ സുലൈമാനെ കണ്ടു. സുലൈമാനെ കാര്യം ചോദിക്കട്ടെ. ഡേയ്, നീ ആ മോഹനേരി സാറിന്റെ കൈ വെട്ടുമെന്ന് ആരോടെങ്കിലും പറഞ്ഞ? ഉത്തമനോട് ആര് പറഞ്ഞു? എന്റെ സുലൈമാനെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്നാണ് ഞാൻ ഈ വിവരം അറിഞ്ഞത്. മോഹനേരി സാർ നിന്റെ പൊസഷൻ സർട്ടിഫിക്കറ്റ് തരാത്തതിന്റെ ദേഷ്യത്തില് നീ സാറിന്റെ കൈവെട്ടും എന്ന് പറഞ്ഞാണ് കഥ. അത് ഞാൻ പറഞ്ഞതാ. എന്താ ഉത്തമന് സംശയമുണ്ടോ? ഡേയ്, ഈ കൈയൊക്കെ വെട്ടുമെന്ന് പറഞ്ഞ ഈശ്വര, വരുന്ന മോഹനേഷ് സാറാണല്ലോ. ഡേയ് സുലൈമാനെ, ഇപ്പൊ ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കരുത്. മോഹനേഷ് സാർ നീ കരുതുന്ന പോലെ ഒരു കുഴപ്പക്കാരനല്ല. ആളിന് നോക്ക്, പഞ്ചപാവ. ഈശ്വര, ഇവിടെ വെച്ചൊരു കൈവിട്ട് നടന്നാ ഞാൻ കേസിന് സാക്ഷി പറയേണ്ടി വരും. പോകുന്നതാണ് ബുദ്ധി. മാറി നിൽക്കാം. വണ്ടിക്ക് ചെറിയ കംപ്ലൈന്റ് പോലെ. നമസ്കാരം. എവിടെ നിൽക്കുന്നേ? എന്താ? സാറേ, സുലൈമാനാണല്ലോ. പൊസഷൻ സർട്ടിഫിക്കറ്റ് തരാത്തതിന്റെ പേരില് എന്റെ കൈവിട്ടുവെന്ന് സുലൈമാൻ പറഞ്ഞായി കേട്ടു. എന്റെ പൊന്ന് സാറേ, അതൊരു അബദ്ധം പറ്റിയതാ. കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയുടെ പുറകിലിരുന്ന് കള്ളു കുടിക്കുകയായിരുന്നു ഞാൻ. ഇവിടെ കുറെ പേരുണ്ടായിരുന്നു. പറഞ്ഞ് പൊസഷൻ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലെത്തി. കള്ള് തലയ്ക്ക് പിടിച്ചപ്പോ അറിയാതെ പറഞ്ഞുപോയി. സർട്ടിഫിക്കറ്റ് തന്നില്ലെങ്കിൽ സാറിന്റെ കൈ വെട്ടുവെന്ന്. ഞാൻ വെറുതെ മേനി പറഞ്ഞതാ. സാറ് പൊറുക്കണം. പക്ഷേ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. കൃഷ്ണൻകുട്ടി പറഞ്ഞപ്പോ ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. അത് ശരി.
അത്രേ ഉണ്ടായിരുന്നല്ലോ. ഇതാണോ ഉത്തമൻ പറഞ്ഞത് സുലൈമാൻ വലിയ പുള്ളിയാണെന്ന്? എന്റെ വക്കീലെ, ഈ സുലൈമാൻ ഭയങ്കര കള്ളൂടിയനാണല്ലോ. അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഈ കള്ളൂടിയന്മാർക്ക് എപ്പോഴാ എന്താ തോന്നുന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. അപ്പൊ അത് ശരി. അപ്പൊ ദിവാകരനാണ് മോഹനേട്ടർ ഉപദ്രവിച്ചത്. രാവിലെ ടെലിഫോണിൽ അയാൾ വെല്ലുവിളിച്ചപ്പോഴേ ഞാൻ മോഹനേട്ടർ പറഞ്ഞതാണ് ഇത് കുട്ടികളെയല്ലെന്ന്. ആ മോഹനേട്ടർ കേട്ടില്ല. അല്ലെന്ന്, സുലൈമാന്റെ പ്രശ്നം തീർത്ത് സാറ് നേരെ വില്ലേജ് ഓഫീസിലോട്ട് പോയി. അവിടെ നടന്ന സംഭവങ്ങളെ പറ്റി എനിക്ക് കണ്ടറിവില്ല, കേട്ടറിവ് മാത്രമേ ഉള്ളൂ. മോഹനേഷ് സാർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഏതാണ്ട് ഇങ്ങനെയാണ് സംഭവിച്ചത്. സാർ, ദിവാകരൻ വന്നിട്ടുണ്ട്. ഭയങ്കര ചൂടില്ല. സാർ അങ്ങോട്ട് വന്നില്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വരുമെന്ന് അറിയാലോ. ആളൊരു ചട്ടമ്പിയാ. അവർക്ക് എന്തായി കൂടാത്തത്? ഞാൻ അങ്ങോട്ട് വരാം. ദിവാകരനോടാണ് കളി. റവന്യൂ മന്ത്രിയുടെ ആഫീസ് മുതൽ താലൂക്ക് ഓഫീസ് വരെ പരിചയക്കാരുണ്ട് എനിക്ക്. എന്റെ ഒരു പോക്കൂറിന്റെ അപേക്ഷ തള്ളുക എന്ന് വെച്ചാ സാറപ്പ എന്ത് തീരുമാനിച്ചു? പോക്കൂറ് ചെയ്യുന്നോ ഇല്ലയോ? പോക്കൊരു ചെയ്ത് കൊടുത്തേരെ സാർ. ഇല്ലെങ്കിൽ സാറിന് സ്ഥലം മാറ്റിയിട്ടാണെങ്കിലും അവൻ അത് സാധിക്കും. സാറിന് ആളെ വിട്ട് തല്ലിക്കുകയും ചെയ്യും. നമ്മളെന്തിനാ അറിഞ്ഞുകൊണ്ടൊരു പ്രശ്നത്തിന് പോണേ? ദിവാകരന് രാഷ്ട്രീയത്തിലൊക്കെ നല്ല സ്വാധീനമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സ്വന്തമായ കുറെ ഗുണ്ടകളുണ്ടെന്നും അവരാളുകളുടെ കാല് വെട്ടുകയും ചെയ്യുന്നൊക്കെ. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കൊക്കെ ദിവാകരൻ സാറിന് വലിയ പേടിയാ. കാരണം സാറിനെ പിണയ്ക്കുക, സാർ എന്താ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ദിവാകര, നീ ഇതുവരെ കണ്ട മൂന്നാം കട വില്ലേജ് ഓഫീസർമാരെ പോലെ അല്ല ഞാൻ. എന്നോട് കളിച്ചാ നീ വിവരം അറിയും. നീ രാവിലെ എന്റെ വീട്ടിലെ ഫോണിൽ വിളിച്ച് എന്റെ ഭാര്യയെ ഭീഷണിപ്പെടുത്തിയ കാര്യം പോലീസിൽ ഞാൻ അറിയിച്ചു കഴിഞ്ഞു. നീ പോക്കുവരവ് ചെയ്യാൻ കൊണ്ടുവന്ന ആധാരത്തിന്റെ പകർപ്പ് കളക്ടർക്ക് ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്തു. അതിൽ നീ ഭൂമി കയ്യേറിയിട്ടുണ്ടെന്ന് വളരെ വ്യക്തമായി ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി എന്നെ സ്ഥലം മാറ്റി എന്തെങ്കിലും ചെയ്യാനാണ് പരിപാടിയെങ്കിൽ ഞാൻ കളക്ടർക്ക് കൊടുത്ത കടലാസ് പത്രക്കാർക്കും ടിവിക്കാർക്കും കൊടുക്കും. അതോടെ നിന്റെ സകല കള്ളത്തരങ്ങളുടെയും കഥ പുറത്തു വരും. അടുത്തുള്ള വില്ലേജുകളിൽ കയ്യേറി അവിടുത്തെ വില്ലേജ് ഓഫീസർമാരെ സ്വാധീനിച്ച് പോക്കുവരവ് ചെയ്യിച്ചെടുത്ത ഭൂമി മുഴുവൻ ഒരു അന്വേഷണം വന്നാൽ നിന്റെ കയ്യിൽ നിന്ന് പോകും. സകലതിന്റെയും കടലാസ് എന്റെ കയ്യിലുണ്ട്. ഇനി ചുണയുണ്ടെങ്കിൽ എന്റെ കാല് വിട്ടു. അവൻ പോയി. അവൻ പോവും ശിശുപാല. എന്നെ എന്തെങ്കിലും ചെയ്താൽ അവന് നഷ്ടപ്പെടാൻ പോകുന്നത് കോടിക്കണക്കിന് രൂപയാണ്. മോഹനകൃഷ്ണൻ അവൻ അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. എന്റെ വീട്ടിലൊരു വക്കീലുണ്ടല്ലോ, അവൾക്കും അറിയില്ല. അത് ശരി. അപ്പൊ ദിവാകരനുമല്ല അല്ലെന്നേ. ഇനിയിപ്പം മോഹനേട്ടൻ പറഞ്ഞത് വെറുതെ ആണെങ്കിലോ? വില്ലേജ് ഓഫീസിൽ ഉത്തമൻ ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് അവിടെ നടന്നത് എന്താണെന്ന് ഉത്തമൻ അറിയില്ലല്ലോ. എന്റെ വക്കീലെ, വില്ലേജ് ഓഫീസിൽ വെച്ച് ഒരു പ്രശ്നം ഉണ്ടായില്ല. വില്ലേജ് ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ സാറിനെ കണ്ടല്ലോ. അപ്പോഴാണ് വില്ലേജ് ഓഫീസിലെ സാറിന്റെ പരാക്രമങ്ങളെ പറ്റി സാർ എന്നോട് പറഞ്ഞത്. ഉത്തമൻ ഇപ്പൊ മനസ്സിലായോ ഈ മോഹനകൃഷ്ണൻ ആരാണെന്ന്? ഏതെങ്കിലും ഒരു ചട്ടമ്പി വന്ന് കൈവിട്ടുമെന്നോ കാലുവിട്ടുമെന്നോ ഒക്കെ പറയുന്നത് കേൾക്കുമ്പോ ഭയപ്പെട്ട് പിന്മാറി ഓടുന്നവനല്ല വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ. സാറിന് സമ്മതിക്കണം കേട്ടോ. ആ ദിവാകരനെ പോലുള്ള ഒരു ഗുണ്ടയെ ഇങ്ങനെ വിരട്ടി വിടണമെന്നുണ്ടെങ്കിൽ അത് വില്ലേജ് ഓഫീസർ മോഹനേഷ് സാറിനെ പറ്റൂ. സത്യം പറഞ്ഞ സാറിനെ പോലുള്ള വില്ലേജ് ഓഫീസർമാരാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. ഇപ്പോഴെങ്കിലും ഉത്തമൻ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. ഒരു വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ചെറിയ ആളല്ല. അതിപ്പോ ഉത്തമന് മനസ്സിലായി. പക്ഷെ ഇപ്പോഴിതൊന്നും മനസ്സിലാക്കാത്ത ഒരാളിന്റെ വീട്ടിലിരിപ്പുണ്ട്. ഇനി വീട്ടിലേക്ക് വരുമ്പോ ഉത്തമൻ തന്നെ ഇത് ഭാമയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് പിന്നെ പറയാതിരിക്കും സാറേ. എന്തേ പുരിയത്തിനല്ല കുഴപ്പമുണ്ടോ? അല്ലല്ലോ. പിന്നെ അറിയാളെ? അറിയില്ല. നമ്മുടെ സുകുമാര സാറിന്റെ മോനെ പുരുഷോത്തമൻ. ആര് പേരിട്ടാ പുരുഷോത്തമൻ എന്ന്? ഉത്തമ, അയാൾ കാണിച്ചു കണ്ടോ? ആ പഴുത്തുള്ളി റോഡിലേക്ക് വലിച്ചിറങ്ങി. ഇങ്ങനെയാണോ പൗരന്മാർ പെരുമാറേണ്ടത്? സാറേ അത് പിന്നെ ഈ ഒന്നും മിണ്ടണ്ട. അതല്ല സാറേ, ഈ പുരുഷോത്തമന്റെ കാര്യം പറഞ്ഞു ഒന്നും പറയണ്ട. ഉണ്ടെന്ന് ഞാൻ നിൽക്ക. പുരുഷോത്തമൻ നല്ല പേര്. താങ്കൾ എന്താ ചെയ്തത്? സാറേ
റോഡിലൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് പോകുന്നത് ഒരു മര്യാദകേട്. പഴം കഴിച്ചിട്ട് അതിന്റെ തൊലി റോഡിലേക്ക് വലിച്ചെറിയുന്നത് രണ്ടാമത്തെ മര്യാദകേട്. ആ പഴത്തൊലി എവിടെ നിർത്ത് മാറ്റും. അല്ല സാറേ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ വേറൊരു കാര്യം. ഉത്തമം മിണ്ടരുത്. ഓ ശരി ശരി. പുരുഷോത്തമ, ഞാൻ ഇവിടുത്തെ വില്ലേജ് ഓഫീസറാണ്. ഞാൻ എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് കുറച്ചു മുമ്പ് ഉത്തമന് മനസ്സിലാക്കി കൊടുത്തതേ ഉള്ളൂ. പുരുഷോത്തമൻ ആ പഴത്തൊലി എടുത്ത് കളയൂ. സാറേ, വേറൊരു പ്രശ്നമുണ്ട്. ഈ പുരുഷോത്തമനോടാണ് പറഞ്ഞത്. ചെല്ല്. എടുത്ത് കളയാൻ സാർ. കണ്ടോ കണ്ടോ ഉത്തമ, പരിസരങ്ങൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. ആരെങ്കിലും അത് ചെയ്യാതിരുന്നാൽ അത് ചൂണ്ടിക്കാണിച്ച് ചെയ്യിക്കേണ്ടതും നമ്മളാണ്. ഇതെന്താ അവൻ റോഡിലെ കല്ലൊക്കെ എടുത്ത് മാറ്റാൻ നോക്കുന്നു? കല്ലൊക്കെ എടുത്ത് നോക്കുന്നു. കല്ലെടുത്ത് വൃത്തിയാക്കുന്നതല്ല, അവൻ കല്ലെടുക്കുന്നതാണ്. എന്തിനാ? എന്റെ സാറേ, അവന് മുഴുത്ത ഭ്രാന്താണ്. പഠിച്ച് പഠിച്ച് വട്ടായി പോയതാണ്. ഉത്തമനെന്താ നേരത്തെ പറയാതിരുന്നത്? നേരത്തെ പറയാൻ സാറ് മുഴുമിപ്പിക്കാൻ സമ്മതിച്ചോ? സാറ് വലിയ വില്ലേജ് ഓഫീസറല്ലേ? ഏറെ തടയാൻ പറ്റെങ്കിൽ തടഞ്ഞോ. അല്ല സാറേ, അവ എറിയും. ഓടുന്നതാണ് നല്ലത്. നല്ല ഉന്നം. എന്റെ ഈശ്വരാ, എന്നിട്ട് എന്താ പറ്റിയത്? ഞാൻ പറഞ്ഞല്ലോ വക്കീലേ, കാര്യമായിട്ടൊന്നുമില്ല. ഒരു ചെറിയ മുറിവ്, ഒരു സ്റ്റിച്ച് ഇടേണ്ടി വന്നു, അത്രേ ഉള്ളൂ. സർക്കാർ ആശുപത്രി പോയി സ്റ്റിച്ച് ഇട്ടു. എന്നിട്ട് ഞാൻ സാറും കൂടെ നേരേക്ക് പോന്നു, അത്രേ ഉള്ളൂ. അപ്പൊ എന്റെ ജോലി തീർന്നു. ഞാൻ പോട്ടെ. സാറിനോട് പറഞ്ഞിരിക്കണേ. മോഹനേട്ടാ, ഞാനൊരു കഥ പറഞ്ഞ മോഹനയുടെ ദേഷ്യം വരുമോ? എന്ത് കഥ? മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കഥ. രാജാവായിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി തീരെ ചെറുപ്പത്തിലെ ലോകം പിടിച്ചെടുക്കാനുള്ള മോഹം കൊണ്ട് സൈന്യവുമായി യുദ്ധത്തിനിറങ്ങി. യുദ്ധം ചെയ്ത സ്ഥലങ്ങളിലെല്ലാം അലക്സാണ്ടറുടെ സൈന്യം വിജയിച്ചു. ആദ്യം ഈജിപ്ത്, പിന്നെ ആഫ്രിക്കയുടെ മറ്റു ഭാഗങ്ങൾ, പശ്ചിമേഷ്യ, പേർഷ്യൻ സാമ്രാജ്യം. അങ്ങനെ യുദ്ധം ജയിച്ച് അലക്സാണ്ടർ ഇന്ത്യയിലെത്തി. പോറസിനെ തോപ്പിച്ച് ഇന്ത്യയിലേക്ക് കടന്നു. അപ്പോഴേക്കും യുദ്ധം തുടങ്ങിയിട്ട് വർഷം 89 കഴിഞ്ഞിരുന്നു. പടയാളികളെല്ലാരും മടുത്തു. തിരികെ വീട്ടിൽ പോകാൻ അവർക്കൊക്കെ മോഹമുണ്ടായി. സൈന്യത്തിന്റെ അതൃപ്തി മനസ്സിലാക്കിയ അലക്സാണ്ടർ തൽക്കാലം യുദ്ധം നിർത്തി തിരികെ ഗ്രീസിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ 89 കൊല്ലം കൊണ്ട് 10-30 യുദ്ധങ്ങൾ നടത്തി എല്ലാം ജയിച്ച അലക്സാണ്ടർ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴി പനി വന്ന് മരിച്ചുപോയി. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കണേ. താഴെ വീണു. ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ വീരചരമം പ്രാപിക്കുന്നതിന് പകരം പനിയും ജലദോഷം വന്ന് മരിച്ചു പോവുക. ഈ കഥ ഇപ്പൊ ഇവിടെ പറയുന്നേ. മഹാഗുണ്ടകളായ ദിവാകരനെ സുലൈമാനെ നേരിടാൻ രാവിലെ വീട്ടിൽ നിറങ്ങുന്നു. അവരെ രണ്ടുപേരെയും പുല്ലുപോലെ മലർത്തിയടിക്കുന്നു. വിജയ ശ്രീലാളിതനായി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു പ്രാന്തന്റെ എന്നുള്ള ഏറുകൊണ്ട് തലമുറിയുന്നു. മൊത്തത്തിൽ ഒരു അലക്സാണ്ട്രിയൻ ടച്ച് ഉണ്ട്. വേദനയുണ്ടോ? ഇത്തിരി. സാരമില്ല കേട്ടോ, കടുപ്പത്തിലൊരു ചായ തരാം. അത് കുടിക്കുമ്പോ സകല വേദനയും പോവും. ചായ കുടിച്ച വേദന മാറും. സാധാരണ ചായ കുടിച്ച വേദന ഒന്നും മാറില്ല. പക്ഷേ ഇത് സത്യഭാവി ഉണ്ടാക്കുന്ന ചായയല്ലേ, അപ്പൊ വേദനയൊക്കെ മാറും. എനിക്കറിഞ്ഞൂടെ. സത്യഭാമ പറഞ്ഞ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കഥ അവിടെ നിൽക്കട്ടെ. ശാരീരികമായ ആക്രമണത്തിന്റെ സാധ്യതകൾ ഉണ്ടായിട്ടും നിയമം വിട്ട് ഒന്നും ചെയ്യാത്ത വില്ലേജ് ഓഫീസറുടെ ധീരത തന്നെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. സത്യസന്ധനായ വില്ലേജ് ഓഫീസർക്ക് വഴിയരികിൽ നേരിടേണ്ടി വന്ന നിർഭാഗ്യത്തിൽ അയാളോട് സഹതാപം പ്രകടിപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.